നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. സിനിമകളിൽ മാത്രം കാണാറുള്ള ചില രംഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള രംഗമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കണ്ടത്. തൃശൂരിൽ 3 ഇടങ്ങളിലായി നടത്തിയ ATM കവർച്ച. മോഷ്ടിച്ച പണം കൊണ്ടുപോകുന്ന രീതിയും പോലീസ് സാഹസികമായി പ്രതികളെ പിടികൂടുന്നതുമെല്ലാം സിനിമാ സ്റ്റൈലിൽ തന്നെയായിരുന്നു. കവർന്ന പണവും കാറും കണ്ടെയ്നർ ലോറിയിൽ കയറ്റി അതിർത്തി കടത്തുന്നതും സിനിമകളിൽ മാത്രം കാണാറുള്ളതാണ്. ഇംഗ്ലീഷ് ചലച്ചിത്രം ഇറ്റാലിയൻ ജോബി മുതൽ ഹിന്ദി ചലച്ചിത്രം ധൂമിൽ വരെ ഇത്തരം രക്ഷപ്പെടൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രതികൾക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന് വേണം വിലയിരുത്താൻ. കേരളത്തിലെ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിൽ പിടിയിലായ പ്രതികളിൽ 2 പേർ കവർച്ചയ്ക്കായി കേരളത്തിലെത്തിയത് വിമാനമാർഗമാണ്. 3 പേർ കാറിലും മറ്റുള്ളവർ ട്രക്കിലുമാണ് കേരളത്തിലെത്തിയത്. സംഘത്തിലെ ഒരാളായ മുബാറക്കിനെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ലെന്നും പോലീസുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ട്രക്കുടമ സുമാനുദ്ദീനാണെന്നും തമിഴ്നാട് പോലീസ് സ്ഥിരീകരിച്ചു. ATM കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായ മുഹമ്മദ് ഇക്രമാണെന്ന് പോലീസ് ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്തി. ഏത് ATM കവർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചത് ഇക്രമായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി. സബീർ ഖാന്തും സൌക്കിനുമാണ് വിമാനമാർഗം കേരളത്തിലെത്തിയത്. സംഘത്തിലൊരാളായ മുബാറക്കിന് ഒന്നിനെക്കുറിച്ചും ഒരു അറിവുമില്ലെന്നും ഇയാളുടെ പേരിൽ മറ്റ് കേസുകളില്ലെന്നും പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ 7 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഹരിയാനയിലെ പൽവാൻ ജില്ലക്കാരായ ഇർഫാൻ, സഫീർ ഖാൻ, സഖ്വീൻ, മുബാറക് എന്നിവരും നൂഹ് ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് അക്രം, അസീർ അലി, സുമാനുദ്ദീൻ എന്നിവരാണ് സംഘാംഗങ്ങൾ. ഇതിൽ സുമാനുദ്ദീനാണ് കൊല്ലപ്പെട്ടത്. അസീർ അലി പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. മറ്റുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത ATM കൊള്ളയാണ് തൃശൂരിൽ നടന്നത്. 20 കിലോമീറ്റർ പരിധിയിൽ 3 ATM കൌണ്ടറുകളിലാണ് രാത്രി മോഷണം നടന്നത്. 68 ലക്ഷം രൂപ കൊള്ളയടിക്കപ്പെട്ടു. തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വെച്ചാണ് 7 പ്രതികളെയും സിനിമാ സ്റ്റൈലിൽ പിടികൂടിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:10 ആദ്യ മോഷണം. ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മാപ്രാണത്തെ SBI ATMിലേക്ക് കാറിലെത്തിയ മുഖംമൂടി സംഘം കയറി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM തകർത്തു. അവിടെ നിന്ന് തട്ടിയെടുത്തത് 33 ലക്ഷം രൂപ. ATM തകർത്ത സന്ദേശം ബാങ്ക് സെർവറിൽ നിന്നും പോലീസിന് കിട്ടി. 2:45 പോലീസ് മാപ്രാണത്തെത്തി. കവർച്ചാ സംഘം അപ്പോഴേക്കും 20 കിലോമീറ്റർ കടന്നിരുന്നു. പുലർച്ചെ 3:02 കൊള്ളസംഘം നേരെ തൃശൂർ നഗരത്തിലെ നായ്ക്കനാൽ ഷൊർണൂർ റോഡിലുള്ള 2ാമത്തെ SBI ATMിലെത്തി. ഇവിടെ നിന്ന് 10 ലക്ഷം രൂപ കവർന്നു. അതേ കാറിൽ കോലഴിയിലേക്ക് പോയി. ATM കൌണ്ടറിലുള്ള CCTV സ്പ്രേ ചെയ്ത് മറച്ച ശേഷം കോലഴിയിൽ നിന്ന് 25.8 ലക്ഷം രൂപ കവർന്നു. അലർട്ട് കിട്ടിയതനുസരിച്ച് പോലീസ് 2ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുമ്പോഴായിരുന്നു ഇത്. വെള്ളക്കാരനെ തേടി തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പോലീസുകാർ കൂട്ടത്തോടെ പരിശോധന നടത്തിയെങ്കിലും പാലക്കാട് അതിർത്തിയിൽ കാത്തുനിന്ന കണ്ടെയ്നർ ലോറിക്കുള്ളിലേക്ക് വെള്ളക്കാർ കയറ്റി. മോഷണ സംഘം കേരളം വിട്ടിരുന്നു. അയൽ സംസ്ഥാനങ്ങളിലെ പോലീസിന് കേരള പോലീസ് വിവരം കൈമാറിയിരുന്നു. കേരളത്തിന്റെ അതിർത്തി ജില്ലകളിൽ പരിശോധന ഊർജിതമാക്കി. കണ്ടെയ്നർ ലോറിയിലാണ് പ്രതികൾ എന്ന വിവരം രാവിലെ 8:45 തമിഴ്നാട് പോലീസിന് ലഭിച്ചു. നാമക്കല്ലിലെ കുമാരപാളയം ജംഗ്ഷൻ ബൈപ്പാസിൽ വെച്ച് പോലീസ് സംഘം കണ്ടെയ്നറിന് കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയി. ദുരൂഹത സംശയിച്ച പോലീസ് പിന്നാലെ പാഞ്ഞു. തൊട്ടടുത്തുള്ള ടോൾ ഗേറ്റിനടുത്ത് വെച്ച് ലോറി വെട്ടിത്തിരിച്ച് അടുത്ത വഴിയിലേക്ക് പോകാൻ ശ്രമിച്ചു. അതിനിടെ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. പോലീസ് പിന്നാലെ തന്നെ പാഞ്ഞു. സന്യാസിപ്പെട്ടിയിൽ വെച്ച് വാഹനം നിർത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. മുന്നിൽ 4 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അപ്പോഴൊന്നും ATM മോഷണ സംഘമാണെന്ന് പോലീസ് അത്ര കണ്ട് സംശയിച്ചിരുന്നില്ല. വഴിയിൽ വെച്ച് ലോറിയുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പോലീസിന് സംശയം തോന്നി. ലോറി നിർത്തി തുറന്നു പരിശോധിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അകത്ത് കാറും 2 പേരും ഉണ്ടെന്ന് കണ്ടത്. കണ്ടെയ്നറിനുള്ളിൽ ഉള്ളവർ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. അവരെ കീഴ്പ്പെടുത്തി. ഇതിനിടയിൽ ഡ്രൈവർ പോലീസ് ഇൻസ്പെക്ടറെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. പോലീസും അതിസാഹസികമായി തന്നെയാണ് തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയത്. പോലീസിന് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാനും ആവില്ല. തോക്കുമേന്തിയുള്ള പ്രതികളുടെ അപകടമുനയ്ക്ക് മുമ്പിൽ പതറാതെ തന്നെ മോഷ്ടാക്കളെ പിടികൂടി. തണ്ണീർത്തട നിയമപ്രകാരം നെൽവയൽ നികത്തരുതെന്നാണ് വിപ്പ്. പക്ഷേ ഒളിഞ്ഞും മറിഞ്ഞും നികത്തൽ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പല ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ കൂട്ടുനിൽക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പാലിക്കാനും പാലിക്കപ്പെടാനുമുള്ളതാണ്. പൊതുജനത്തിന് ഒരു നിയമം, അധികാരമുള്ളവർക്ക് മറ്റൊരു നിയമം എന്ന വ്യവസ്ഥ ശരിയല്ല. കടങ്ങോട് പഞ്ചായത്തിലെ പള്ളിമേപ്പുറം ഞാവലിന് സമീപം മണ്ണിട്ട് വയൽ നികത്തുന്നു.
ജൽജീവൻ പദ്ധതിക്കു വേണ്ടി പൈപ്പിടാൻ ചാലുകീറുന്ന മണ്ണുപയോഗിച്ചാണ് നെൽവയൽ വ്യാപകമായി നികത്തുന്നത്. മണ്ണടിച്ചിരുന്ന ഒരു ലോറി എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൃഷി ഓഫീസറും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റിപ്പോർട്ട് തയ്യാറാക്കി. ഇത്തരത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് വ്യാപകമായി നെൽവയൽ നികത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. പഞ്ചായത്ത്, കൃഷിഭവൻ, റവന്യൂ വകുപ്പ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി കുറ്റപ്പെടുത്തി. മണ്ണ് ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിന് പകരം നെൽവയലുകൾ നികത്താൻ അധികൃതർ അവസരം നൽകുകയാണെന്ന് AIKS ആരോപിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ പല പദ്ധതിയുടെയും ഭാഗമായി നീക്കം ചെയ്ത മണ്ണ് നെൽവയലുകൾ നികത്താൻ ഉപയോഗിച്ചിരുന്നു. അത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും കൃഷി, റവന്യൂ അധികാരികൾ RDOക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിലും മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നും AIKS കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സത്താർ ആദൂർ ആരോപിച്ചു. സാധാരണഗതിയിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് നിക്ഷേപിക്കാർ പതിവ്. പക്ഷേ ഈ ഒരു മറവിൽ 3-ാം വാർഡ് കടങ്ങോട് കടുക്കുന്ന പ്രദേശത്ത് നിന്ന് എടുത്ത ലോഡ് കണക്കിന് മണ്ണ് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സാജുദ്ദീൻ എന്ന് പറയുന്ന 2-ാം വാർഡിൽ ഇപ്പുറത്ത് താമസിക്കുന്ന ഒരുപാട് ദൂരം താണ്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്നതിനേക്കാൾ ദൂരം താണ്ടി ഉള്ളേരിയയിലൂടെയൊക്കെ പോയി പാടം തീർത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പരാതിയുമായി വന്നപ്പോ ആ മണ്ണ് അവിടെ നിന്ന് എടുക്കേണ്ടതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പാടം തൂർത്തതിനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല. 2-ാം വാർഡ് 3-ാം വാർഡിലുള്ള മണ്ണ് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലും അടിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് കഴിഞ്ഞ് ഇത്രയും ഉള്ളിലേക്ക് പോയി ഇങ്ങനെ മണ്ണിട്ടതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അതേസമയം കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 3-ാം വാർഡ് മെമ്പറുടെ ഒത്താശയോടെ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലം നികത്താനാണ് ശ്രമമെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത്. സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ CPM നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി SI U മഹേഷിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് പാടം തൂർത്താൻ വേണ്ടി അത് സൗകര്യം ഒരുക്കി കൊടുത്ത് ഒരു നിയമ നടപടിയും എടുക്കാതെ ഈ നിസ്സാരമായി കാണുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലപാട് ഇതൊരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. പാടം പോലീസ് വണ്ടി പിടിക്കാം. പലയിടത്തും ഇത്തരത്തിൽ നെൽവയൽ മണ്ണിട്ട് നികത്തുന്ന വാർത്തകൾ പുറത്തു വരാറുണ്ട്. പ്രതിഷേധങ്ങളും സ്വാഭാവികം. പക്ഷേ ഇതെല്ലാം എത്ര നാൾ എന്നാണ് ചോദ്യം. സാധാരണഗതിയിൽ ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ വേഗത്തിൽ കെട്ടടങ്ങാറുമുണ്ട്. അനധികൃതമായവ തടയേണ്ടത് തന്നെയാണ്. അധികാരത്തിന്റെ ഊക്കുകൊണ്ട് മാറ്റിയെഴുതാവുന്നതാകരുത് ഒരു നിയമവും. എത്രയെല്ലാം ബോധവൽക്കരണം നടത്തിയാലും തങ്ങൾ നന്നാകില്ലെന്ന് വാശി പിടിക്കുന്ന കൂട്ടരുണ്ട്. നമ്മൾ അവർക്ക് നല്ലൊരു പേരും ചാർത്തി കൊടുത്തിട്ടുണ്ട്: സാമൂഹ്യ വിരുദ്ധർ, അതായത് സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നവർ. മാലിന്യ സംസ്കരണത്തിൽ അഭിമാനമായി കേരളം വാഴ്ത്തപ്പെടുമ്പോഴും അഭിമാനമല്ലാത്ത കാര്യങ്ങളും കൺമുമ്പിൽ നടക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിയമപാലകർ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളുന്നു. പാതയോരത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നതിനാൽ യാത്രികരും ദുരിതത്തിലായി. ജലാശയത്തിലും റോഡിലും മാലിന്യം പരന്നുകിടക്കുകയാണ്. തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകരും പ്രതിസന്ധിയിലായി. മാസങ്ങൾക്ക് മുമ്പും മാലിന്യം തള്ളിയിരുന്നു. കർഷകർ അന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് മാലിന്യം തള്ളാനെത്തിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മാലിന്യ നിക്ഷേപത്തിന് ശമനമായെങ്കിലും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. തോടിലൂടെ മാലിന്യം ഒഴുകിയെത്തി കുടിവെള്ള സ്രോതസ്സുകളും ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയാണെന്ന് സമീപവാസികൾ പറഞ്ഞു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയുമുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിൽ പുൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതും മാലിന്യ നിക്ഷേപകർക്ക് സൗകര്യമാവുകയാണ്. പഞ്ചായത്ത് അധികൃതർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നുവെങ്കിലും
അറ്റകുറ്റപ്പണികൾക്കായി നീക്കം ചെയ്ത് പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും കർഷകരും ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കടവല്ലൂർ പാടശേഖര സമിതി അംഗങ്ങൾ പറഞ്ഞു. പൊതുനിരത്തിൽ മാലിന്യം വലിച്ചെറിയരുതെന്നും അത് ശിക്ഷാർഹമാണെന്നും അറിയാത്തവരൊന്നുമല്ല ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് മുങ്ങുന്ന ഒരു കൂട്ടർ, ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. അവരെ പറ്റിയും ചിന്തിക്കണം. കർഷകർക്ക് തങ്ങളുടെ ജോലി ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായി മാലിന്യ നിക്ഷേപം. നിരീക്ഷണ ക്യാമറകൾ വേഗത്തിൽ സ്ഥാപിച്ച പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ഇക്കാര്യത്തിൽ നൽകേണ്ടതുണ്ട്. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് പലവിധ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ടാകും. അത് കൃത്യമായി നടന്നാൽ വരുമാന മാർഗം കൂടിയാകും. ഇതെല്ലാം ഉദ്ദേശിച്ചാണ് പല പദ്ധതികളും നടപ്പാക്കുന്നത്. എന്നാൽ പണം മുടക്കി ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമാകുന്നത് ആരുടെ പിടിപ്പുകേടാണ്? കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടത് ആരാണ്? പണം വെറുതെ പണിത് കളയാനുള്ളതല്ലോ. പുന്നേർകുളത്ത് ഉപകാരമില്ലാതെ നശിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. കാണാം ആ കാഴ്ച. നിർമ്മാണ പ്രവർത്തനത്തിലെ അനാസ്ഥ. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച പുന്നേർകുളം സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉപയോഗശൂന്യമായി. 5 വർഷത്തിനിടെ ഇവിടെ നടത്തിയത് വിരലിൽ എണ്ണാവുന്ന പരിപാടികൾ മാത്രമാണ്. പുന്നേർകുളം പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ സീലിംഗ് പൂർണ്ണമായി അടർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ആക്ഷേപം. പണി നടത്തിയ സമയത്ത് തന്നെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര ചോരുന്നുണ്ടെന്ന് പരാതിയുണ്ടായിരുന്നു. എന്നാൽ ഇത് മുഖവിലക്കെടുത്തില്ല. പിന്നീട് പരിഹരിക്കാതെ ജിപ്സം ബോർഡിൽ സീലിംഗ് നിർമ്മിക്കുകയാണുണ്ടായത്. മഴ നനഞ്ഞ് ഇതും കുതിർന്നു വീഴുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ഈ വഴി ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ സീലിംഗ് അടർന്നു വീണ വിവരം ബന്ധപ്പെട്ടവർ അറിഞ്ഞുമില്ല. പരൂർ മൃഗാശുപത്രിക്ക് മുകളിൽ നിർമ്മിച്ച കെട്ടിടം 2019 ഡിസംബറിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. പഞ്ചായത്തിലെ യുവതീ യുവാക്കൾക്ക് വിവിധ മേഖലയിൽ സൗജന്യ തൊഴിൽ പരിശീലനം നൽകുക, വ്യത്യസ്ത തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുക എന്നിവയായിരുന്നു ഉദ്ദേശം. എന്നാൽ 5 വർഷത്തിനിടെ വിരലിൽ എണ്ണാവുന്ന പരിപാടികൾ മാത്രമാണ് ഇവിടെ നടന്നത്. പൊതു ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും പരിഗണിച്ചില്ല. ഹാൾ ഉപയോഗിക്കാത്തതിനാൽ പൊടി നിറഞ്ഞ അവസ്ഥയായിരുന്നു. ഇത് വൃത്തിയാക്കേണ്ട പ്രയാസം കാരണം കെട്ടിടത്തിന്റെ താഴെ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയുടെ പരിപാടി പോലും 3 കിലോമീറ്റർ അകലെയുള്ള പഞ്ചായത്ത് ഹാളിലാണ് നടത്താറുള്ളത്. 100 പേർക്ക് ഇരിക്കാവുന്ന ഹാളിൽ ക്ലാസ് നടത്താനുള്ള പ്രോജക്ടർ, സ്ക്രീൻ, കസേര തുടങ്ങിയവയും ഡിജിറ്റൽ സൗകര്യങ്ങൾ, സൗണ്ട് സിസ്റ്റം, ആംപ്ലിഫയർ, മൈക്ക്, ഫാൻ, റൈറ്റിംഗ് പാഡ്, കുഷ്യൻ, VIP കസേരകൾ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ എല്ലാം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. അലുമിനിയം കമ്പോസിറ്റ് പാനൽ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ മുൻവശവും പുറംഭാഗവും മൂടി പിടിപ്പിച്ചിട്ടുള്ളത്. വശങ്ങളിൽ ഗ്രിൽ സ്ഥാപിച്ച് ഗ്ലാസ് ഘടിപ്പിച്ചിട്ടുണ്ട്. പരിപാലനം ഇല്ലാത്തതിനാൽ ഇതെല്ലാം നശിക്കുകയാണ്. സ്റ്റപ്പുകളിലും ഇലകളും പുല്ലുകളും നിറഞ്ഞ വൃത്തിഹീനമായ അവസ്ഥയാണ്. കെട്ടിടത്തിന് സമീപത്തെ മരത്തിലെ ഇലകൾ വീണ് മാലിന്യ കൂമ്പാരമാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച സ്ഥാപനങ്ങൾ പരിപാലിക്കാതെ നശിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയായാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. നാട്ടുകാരുടെ സംശയത്തിനും കുറ്റം പറയാനാവില്ല. സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും വേണ്ട വിധത്തിൽ പ്രവർത്തനക്ഷമമാക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു നൽകേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ പരിപാടികൾ വയ്ക്കാൻ ആളുകൾ തയ്യാറാവില്ല. മാത്രമല്ല പലതും പൊളിഞ്ഞു വീഴുമെന്ന അപകട ഭീഷണി കൂടി നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് പൊതുജനങ്ങൾ ഇങ്ങോട്ട് വരിക? ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യമാണ് ആയുസ്. സാധാരണക്കാർക്കും മികച്ച സൗകര്യങ്ങളോടെ കൃത്യമായ ചികിത്സ ലഭിക്കുക എന്നത് അവകാശം കൂടിയാണ്. കുന്നംകുളത്തുകാർക്ക് ആരോഗ്യ സംരക്ഷണത്തിൽ മുതൽക്കൂട്ടാകാനുള്ള സൗകര്യങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടമാണ് യാഥാർത്ഥ്യമാകുന്നത്. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. നിർമ്മാണ പുരോഗതി AC മൊയ്തീൻ MLA സന്ദർശിച്ച് വിലയിരുത്തി. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം കോൺക്രീറ്റിംഗ് ബുധനാഴ്ച രാവിലെയാണ് തുടങ്ങിയത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മറ്റ് അധികൃതരും എത്തിയിരുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.50 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. 1888 കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ലോവർ ഗ്രൗണ്ട് ഉൾപ്പെടെ 7 നിലകളിലായി 1,45,032 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 22 ICU ബെഡ് ഉൾപ്പെടെ ആകെ 112 ബെഡുകളാണ് സജ്ജീകരിക്കുന്നത്.
1.35 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയും 100 KLD ശേഷിയുള്ള STPയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോവർ ഗ്രൗണ്ട് നിലയിൽ സ്റ്റോർ, സർവീസ്, മോർച്ചറി, ഫയർ പമ്പ് റൂം, ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, കാഷ്വാലിറ്റി, എക്സ്റേ, CT, അൾട്രാസൗണ്ട്, മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒരുക്കും. ഒന്നാം നിലയിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനായി 10 കൺസൾട്ടേഷൻ റൂമുകളും ഇതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും, രണ്ടാം നിലയിൽ 60 വാർഡ് ബെഡുകൾ, 4 ഐസൊലേഷൻ റൂമുകൾ, മൂന്നാം നിലയിൽ 12 ICU ബെഡുകൾ, 8 ഐസൊലേഷൻ മുറികൾ, 30 വാർഡ് ബെഡുകൾ, നാലാം നിലയിൽ 4 ഓപ്പറേഷൻ തിയേറ്ററുകളും ഇതിനോടനുബന്ധിച്ച് ICU സൗകര്യത്തോടെയുള്ള PrEP, പോസ്റ്റ് OP, റിക്കവറി ബെഡുകളും സജ്ജമാക്കും. അഞ്ചാം നിലയിൽ HVC, CSSD മുതലായ സേവനങ്ങളാണ് ക്രമീകരിക്കുക. ഗുണനിലവാരത്തിൽ ഏറ്റവും മികച്ച നിർമ്മിതികളിലൊന്നാവും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി നിർമ്മിക്കുന്ന ഈ ആശുപത്രി കെട്ടിടം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ആശുപത്രി കെട്ടിടം വരുന്നതോടുകൂടി ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യങ്ങളുള്ള ഒന്നായി കുന്നംകുളത്ത് താലൂക്ക് ആശുപത്രി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പണിയെടുക്കുന്ന എഞ്ചിനീയർമാർ, തൊഴിലാളികൾ എല്ലാവരും വളരെ മാസങ്ങളായി ഇവിടെയുണ്ട്. അവരുടെ എല്ലാം ആത്മാർത്ഥതയ്ക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. CCTV ന്യൂസ്, കുന്നംകുളം. നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം കുന്നംകുളം നഗരവികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്ന് നിസ്സംശയം പറയാം. കുന്നംകുളത്തുകാർക്ക് ഏറ്റവും അടുത്ത് ആധുനിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ആശുപത്രി കെട്ടിടം ലഭിക്കുമ്പോൾ അത് വലിയ ആശ്വാസം തന്നെയാണ്. പണമിടപാട് സ്ഥാപനങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഡെപ്പോസിറ്റുകൾക്ക് കൂടുതൽ പലിശയും ഷെയറുമെല്ലാം വാഗ്ദാനം ചെയ്ത് ആളുകളെ ചേർക്കുന്നതും വ്യാപകമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന ഒന്നുണ്ട്. പലരും ചോര നീരാക്കി ഉണ്ടാക്കിയ പണം നിക്ഷേപിച്ചിട്ട് ഒടുവിൽ പലിശയുമില്ല, പണവുമില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണമായി മുടന്തൻ ന്യായങ്ങളും. നിക്ഷേപകർക്കോ കയ്യിലുള്ള പണവും കൊണ്ടുകൊടുത്ത് അവസാനം തെരുവിൽ ഇരിക്കേണ്ട ഗതികേട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകിയില്ലെന്നാരോപിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനു മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിന് മുൻപിലായിരുന്നു സമരം. വടക്കേക്കാട് സ്വദേശി വടക്കൻ വീട്ടിൽ ബെയിൻസാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 12 വർഷം മുമ്പ് വടക്കേക്കാട് BRD സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഷെയറിന് 6 ലക്ഷം രൂപ നിരക്കിൽ ബെയിൻസും ഭാര്യയും ചേർന്ന് 12 ലക്ഷം രൂപ ചെലവിൽ 2 ഷെയറുകൾ എടുത്തെന്ന് പറയുന്നു. എന്നാൽ 12 വർഷം കഴിഞ്ഞിട്ടും ഷെയർ തുകയോ ലാഭവിഹിതമോ നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിനു മുന്നിൽ ഇദ്ദേഹം കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റ തനിക്ക് ശസ്ത്രക്രിയാ സമയത്തും പിന്നീട് മകളുടെ വിവാഹ സമയത്തും ഉൾപ്പെടെ നിരവധി തവണ പണം ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ബെയിൻസ് പറഞ്ഞു. പണം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും പ്രതിഷേധക്കാരൻ അറിയിച്ചു. എടുക്കാന്ന് പറയുമ്പോൾ അവിടെ ഷാജൻ സാറും വില്യം സാർ, അപ്പോൺ സാർ, അങ്ങനെ കുറേ സാർമാരൊക്കെ കൂടിയിട്ട് എൻകറേജ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ടാണ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 12-14 കൊല്ലമായി. 2015 വരെ ഒരു പേപ്പർ തന്നിരുന്നു ബോണസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പൈസകളൊന്നും തന്നില്ല. ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടിലാണ്. ചെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾക്കങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം വരുമാന മാർഗമില്ല, മൊത്തത്തിൽ പ്രശ്നത്തിലായി. കേസ് കൊടുക്കാൻ കയ്യിൽ കാശുമില്ല. അതുകൊണ്ടാണ് ഒറ്റയാൾ സമരം നടത്തിയിട്ട് കിട്ടിയാൽ കിട്ടട്ടെ എന്ന്, കനിവുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നത്. എന്നാൽ 12 വർഷം മുമ്പ് BRD ഷെയറുകൾക്ക് നല്ല വില ലഭിച്ചിരുന്നതായും പിന്നീട് ഷെയറുകൾക്ക് വില ലഭിക്കാതെ വന്നുവെന്നും BRD മാനേജർ ജോളി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ പലരും കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് പണം നൽകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മാനേജർ വ്യക്തമാക്കി. കൂടുതൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് പ്രതീക്ഷിച്ചാണ് പലരും ഒരായുസിന്റെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അവസാനം നഷ്ടക്കണക്ക് പറഞ്ഞ് പണം തിരികെ കൊടുക്കാതിരിക്കുന്നത് ന്യായമല്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും വാങ്ങിവെച്ച് ഉപഭോക്താക്കളെ കടക്കണിയിലേക്കും ഒടുവിൽ ജീവൻ വരെ കളയുന്ന സാഹചര്യത്തിലേക്കും എത്തിക്കരുത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.